ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ ലീവാവണം, അല്ലെങ്കിൽ ഇത് പഠിക്കാനുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് വരും. ഇതെന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? കിട്ടിയോ? ശേഷം വന്നിട്ട് ടേബിൾ ടേബിൾ എ ബി സി എ ബി സി ടേബിൾ എ ബി സി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യം അതിനകത്ത് മൊത്തം 15 പേര് ഡാറ്റയുണ്ട്. സജിത്ത് ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞു ഡാറ്റാബേസ് എന്നുള്ളത് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ചെയ്യും. അപ്പൊ സജിത്ത് പറയാണ് ഏ ടേബിളിനകത്ത് 1003 എന്ന നമ്പർ ഉണ്ട്. ആ ഷെൽഫിൽ സാധനം ഉണ്ട്. ഏ ഷെൽഫിൽ ഇരിക്കുന്നുണ്ട്. 1003 നമ്പർ സാധനം കിട്ടിയതോ? ഓക്കെ അല്ലേ? ശരിയാണോ? അപ്പോ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. നോർമൽ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഈ സാധനം നമ്മൾ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞു കൂടുതൽ പറയാണ് ആ ഷെൽഫിനകത്ത് 1003 ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഡാറ്റാബേസ് പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം മെൻഷൻ ചെയ്തത് നിങ്ങളുടെ കാര്യങ്ങളാണ്. ഇത് നമ്മൾ പഠിച്ചിരിക്കുന്നു. ഈ സംവിധാനങ്ങളല്ല ആദ്യം പഠിക്കാവോ എന്നുള്ളതല്ല തീരുമാനിക്കുന്നത് നമ്മളായിരുന്നു. എക്സൽ അങ്ങനെയൊന്നുമല്ല, നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്ത ടേബിൾ റോസും കോളംസും ആയിട്ടാണ് സാധനം ഉണ്ടാകുന്നത്. നമുക്ക് പറഞ്ഞു സൈറ്റിൻ്റെ ഡാറ്റ സ്റ്റുഡൻറ് ഡാറ്റയാണ്. അദ്ദേഹത്തിന് HTML ഒരു 80% മാർക്ക് കിട്ടി, അല്ലെങ്കിൽ CSS 100% മാർക്ക് കിട്ടി, ജാവയിൽ 100% മാർക്ക് കിട്ടി, SQL 100% മാർക്ക് കിട്ടി. അപ്പോൾ ഈ ഡാറ്റ രണ്ട് ടേബിളായിട്ട് കിടക്കുന്നു. ഒന്ന് കണ്ടിട്ട് 1003 സജിത്തുണ്ട്. രണ്ടാമത്തെ ടേബിൾ വന്നിട്ട് മാർക്ക് ജാവയുണ്ട്, HTML, CSS, SQL. അതായത് തൊട്ട് മുന്നേ സംസാരിച്ച സംവിധാനമാണ്. ആദ്യത്തിനകത്ത് നമുക്കറിയാം ഇതിൽ പറയുന്നു അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിലും
കമാൻഡ്സ് എന്ന് പറയും. അല്ലേ വേരിയബിൾ ക്യാരക്ടേഴ്സ് കാർ CHAR സ്ട്രിംഗ് CHAR അല്ലേ ക്യാരക്ടേഴ്സ്. പിന്നെ നമ്പേഴ്സ് വേണ്ടിയിട്ടാണ് ഇൻഡന്റ് അല്ലേ ഇൻഡന്റ് ഡെസിമൽ ഉണ്ട് പിന്നെ ഫ്ലോട്ട് ഉണ്ട് അങ്ങനെ കുറച്ചുണ്ട് അല്ലേ അതിനുശേഷം പിന്നെ സാധാരണ പിന്നെ ഡാറ്റ എങ്ങനെ ശേഖരിച്ചു വെക്കുന്നു. അപ്പോൾ ഡാറ്റാബേസ് ഡാറ്റ എങ്ങനെ ശേഖരിച്ചു വെക്കുന്നു. ഈ ക്ലാസ് റൂമിലെ ഡാറ്റ നമുക്ക് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ എല്ലാം നമ്മൾ എക്സൽ കണ്ടിട്ടുണ്ടാവും അല്ലേ എക്സൽ ആണ് ഒരു ടേബിൾ ഉണ്ടാവും സ്റ്റാഫ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ടാവും അല്ലേ അതിനകത്ത് സ്റ്റാഫ് ഡീറ്റെയിൽസ് ഉണ്ടാവും സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ടാവും മനസ്സിലായില്ലേ അതിനകത്ത് ഇവിടെ സ്റ്റാഫ് ID അല്ലെങ്കിൽ അവരുടെ പേര് ഇവിടെ സ്റ്റുഡന്റിന്റെ അഡ്മിഷൻ നെയിം അങ്ങനെ. അപ്പോൾ ഒരു സ്കൂൾ എന്ന് പറയുന്ന ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാര്യമാണ് അതിനകത്ത് വരുന്ന ടേബിളുകൾ കുറയുന്നു. ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരുപാട് ടേബിളുകളുടെ കോമ്പിനേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കേ ഡാറ്റാബേസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ടേബിൾ എങ്ങനെ ശേഖരിക്കുന്നു ടേബിളൈസ് സ്ട്രക്ചറിലാണ് അല്ലേ റോസ് ആൻഡ് കോളം കോമ്പിനേഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. കോളംസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കോളംസ് എന്ന് പറയുന്നത് ഒരു കോളം നെയിം ഉണ്ടായിരിക്കണം CF അല്ലേ കോളം നെയിം ഉണ്ടായിരിക്കണം. ആൾക്കാരുടെ പേര് കാണണം പേര് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് അതിനകത്ത് അല്ലേ സജിത്ത് ഉണ്ടാവും സജീവ് ഉണ്ടാവും അല്ലേ PKD ഞാൻ പറയുന്ന കണ്ടീഷൻസ് അതിനകത്ത് വരുന്നുണ്ട് മനസ്സിലായോ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അതൊക്കെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ കണ്ടീഷൻ ഉണ്ടാവും അല്ലേ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത് മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ PKD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ട് പേര് കിട്ടും മനസ്സിലായില്ലേ. നമ്മുടെ സെലക്ട് കുറി എങ്ങനെയാണ് സെലക്ട് എന്ന് പറഞ്ഞെങ്കിൽ എടുക്കുക സെലക്ട് കുറി എങ്ങനെയാണ് സിന്റാക്സ് എങ്ങനെ പറയാം സെലക്ട് ഇത് കാണാപ്പാട് പഠിക്കാം സെലക്ട് സ്റ്റാർ അല്ലെങ്കിൽ കോളം നെയിം പിന്നെ പിന്നെന്താ അടുത്തത് ഏതാ അടുത്തത് where column name equal to ഇങ്ങനെയാണ് അതിന്റെ സിന്റാക്സ് വരുന്നത്. സിന്റാക്സ് പറയുകയാണ് select star from അല്ലെങ്കിൽ column name from എവിടെ നിന്നും ടേബിളിൽ നിന്നും where column name equal to condition. ഈ സെക്ഷൻ കാണാപ്പാടെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പോകാൻ പറ്റൂ. select star column name from സെലക്ട് പറയൂ സെലക്ട് എനിക്ക് രജിസ്റ്റർ നമ്പർ മാത്രം മതി TBMന്റെ രജിസ്റ്റർ നമ്പർ ആണ് വേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുന്നത് സെലക്ട് രജിസ്റ്റർ നമ്പർ ഫ്രം ടേബിൾ നെയിം ഇവിടെ ടേബിൾ നെയിം സ്റ്റുഡന്റ് പിന്നെന്താണ് വേർ ഇവിടെ വേർ കൊടുക്കാൻ കാരണം എന്താണ് ഒരു കണ്ടീഷൻ പറഞ്ഞുകൊണ്ടാ ഓക്കേ വേർ place equal to TBM അല്ലേ ഇത് വാക്കാണെങ്കിലോ വേരിയബിൾ ക്യാരക്ടർ ആണ് അപ്പോൾ അല്ലേ കോഡ്സ് എഴുതിക്കണം അല്ലേ സെമിക്കോളൻ ഇങ്ങനെയാണ് എന്തായാലും പറയുക സെലക്ട് പ്ലേസ് ഫ്രം ശരി അപ്പോൾ അങ്ങനെ